ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പം നമ്മുടെ ഡേ 7 മോക്ക് ടെസ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമ്മൾ സ്പെഷ്യലി ഫോർ ബയോളജി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ PSC 10th ലെവൽ LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ തരുന്നത്. അപ്പോൾ ഞാൻ നേരെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാണ്. 20 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 20 ചോദ്യങ്ങളിലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് SSCയുടെയോ PSCയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ മെയിൽ ത്രൂ വാട്സപ്പ് ത്രൂ നിങ്ങൾ ഇൻഫോം ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി തൈറോയ്ഡ്, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ? ഓപ്ഷൻ സി കരളാണ് ആൻസർ വരുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ കെ, ഓപ്ഷൻ സി വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി വൈറ്റമിൻ കെ. മൂന്നാമത്തെ ചോദ്യം, കോശത്തിന്റെ ഊർജ നിലയം പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ഏത്? കോശത്തിന്റെ ഊർജ നിലയം അഥവാ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി റൈബോസോം, ഓപ്ഷൻ സി ലൈസോസോം, ഓപ്ഷൻ ഡി ഗോൾഗി ബോഡീസ്. ഉത്തരം ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ. നാലാമത്തെ ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ എ പെപ്സിൻ, ഓപ്ഷൻ ബി ട്രിപ്സിൻ, ഓപ്ഷൻ സി ടൈലിൻ, ഓപ്ഷൻ ഡി ലൈപ്പേസ്. ഉത്തരം ഓപ്ഷൻ സി ടൈലിൻ. അഞ്ചാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 206, ഓപ്ഷൻ സി 108, ഓപ്ഷൻ ഡി 212. ഉത്തരം ഓപ്ഷൻ ബി 206. ആറാമത്തെ ചോദ്യം, ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി പാൻക്രിയാസ്, ഓപ്ഷൻ സി വൃക്ക, ഓപ്ഷൻ ഡി പ്ലീഹ. ഉത്തരം ഓപ്ഷൻ ബി പാൻക്രിയാസ്. ഏഴാമത്തെ ചോദ്യം, കിഡ്നിയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റ് ഏതാണ്? കിഡ്നിയുടെ ഘടനാപരവും പ്രവർത്തനാപരവുമായ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ന്യൂറോൺ, ഓപ്ഷൻ ബി നെഫ്രോൺ, ഓപ്ഷൻ സി ആൽവിയോളജി, ഓപ്ഷൻ ഡി സൈറ്റോൺ. ഉത്തരം ഓപ്ഷൻ എ ന്യൂറോൺ. എട്ടാമത്തെ ചോദ്യം, ഏത് രോഗനിർണയത്തിനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗനിർണയത്തിനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത്? ഉത്തരം ഓപ്ഷൻ എ ടൈഫോയിഡ്, ഓപ്ഷൻ ബി എയ്ഡ്സ്, ഓപ്ഷൻ സി TB, ഓപ്ഷൻ ഡി മലേറിയ. ഉത്തരം ഓപ്ഷൻ ബി എയ്ഡ്സ്. ഒൻപതാമത്തെ ചോദ്യം, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന പിഗ്മെന്റ് ഏതാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന പിഗ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ബി ക്ലോറോഫിൻ, ഓപ്ഷൻ സി മെലാനിൻ, ഓപ്ഷൻ ഡി ബിലിറൂബിൻ. ഉത്തരം ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ. പത്താമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ഓപ്ഷൻ എ കാഷ്യൂട്ടിൻ, ഓപ്ഷൻ ബി ഹീമോസയാനിൻ, ഓപ്ഷൻ സി ഹരിതകം, ഓപ്ഷൻ ഡി സാന്തോഫിൻ.
ഉത്തരം ഓപ്ഷൻ സി ഹരിതകം അഥവാ ക്ലോറോഫിൽ. 11ാമത്തെ ചോദ്യം, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ എ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ബി എ ഗ്രൂപ്പ്, ഓപ്ഷൻ സി ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി ഒ ഗ്രൂപ്പ്. ഉത്തരം ഓപ്ഷൻ ഡി ഒ ഗ്രൂപ്പ്. 12ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഓപ്ഷൻ എ സ്റ്റീപ്സ്, ഓപ്ഷൻ ബി ഫീമർ, ഓപ്ഷൻ സി ടീബിയ, ഓപ്ഷൻ ഡി ഹ്യൂമറസ്. ഉത്തരം ഓപ്ഷൻ ബി ഫീമർ. 13ാമത്തെ ചോദ്യം, പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ലൂയി പാസ്റ്റർ, ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഓപ്ഷൻ സി എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ ഡി റോബർട്ട് കോച്ച്. ഉത്തരം ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ സ്കർവി, ഓപ്ഷൻ ബി ബെറിബറി, ഓപ്ഷൻ സി ഗർഭകാല വിളർച്ച, ഓപ്ഷൻ ഡി മാലാക്കണ്ണ്. ഉത്തരം ഓപ്ഷൻ എ സ്കർവി. 15ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ സി 4. 16ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ നിന്ന് നൈട്രജൻ ആഗിരണം ചെയ്യാൻ വേരുകളിൽ ബാക്ടീരിയകളുള്ള സസ്യങ്ങൾ ഏത് കുടുംബത്തിൽ പെടുന്നു? അന്തരീക്ഷ വായുവിൽ നൈട്രജൻ ആഗിരണം ചെയ്യാൻ വേരുകളിൽ ബാക്ടീരിയകളുള്ള സസ്യങ്ങൾ ഏത് കുടുംബത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ലെഗുമിനസ്, ഓപ്ഷൻ ബി ഗ്രാമിനെ, ഓപ്ഷൻ സി സൊലാനെസി, ഓപ്ഷൻ ഡി മാൽവേസി. ഉത്തരം ഓപ്ഷൻ എ ലെഗുമിനസ്. 17ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ബാരോമീറ്റർ, ഓപ്ഷൻ ബി സ്വിഗ്മോമാനോമീറ്റർ, ഓപ്ഷൻ സി സ്റ്റെതസ്കോപ്പ്, ഓപ്ഷൻ ഡി തെർമോമീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി സ്വിഗ്മോമാനോമീറ്റർ. 18ാമത്തെ ചോദ്യം, തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ സെറിബെല്ലം, ഓപ്ഷൻ ബി മെഡുല ഒബ്ലാങ്കേറ്റ, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി തലാമസ്. ഉത്തരം ഓപ്ഷൻ സി സെറിബ്രം. 19ാമത്തെ ചോദ്യം, ചിരട്ട, കശുവണ്ടിത്തോട് എന്നിവയ്ക്ക് കട്ടി നൽകുന്ന സസ്യകോശം ഏതാണ്? ചിരട്ട, കശുവണ്ടിത്തോട് എന്നിവയ്ക്ക് കട്ടി നൽകുന്ന സസ്യകോശം ഏതാണ്? ഓപ്ഷൻ എ പാരൻകൈമ, ഓപ്ഷൻ ബി സ്ക്ലീറൻകൈമ, ഓപ്ഷൻ എ പാരൻകൈമ, ഓപ്ഷൻ ബി കോളൻകൈമ, ഓപ്ഷൻ സി സ്ക്ലീറൻകൈമ, ഓപ്ഷൻ ഡി സൈലാം. ഉത്തരം ഓപ്ഷൻ സി സ്ക്ലീറൻകൈമ. 20ാമത്തെ ചോദ്യം, പെല്ലഗ്ര ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? പെല്ലഗ്ര ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി നിയാസിൻ. 20 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 20 ചോദ്യത്തിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ താഴെ എൻ്റെ ആൻസർ കീ അടക്കം ഒരു സിമ്പിളായിട്ടുള്ള കോഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ വായിച്ചു പോവാം. 1ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവവും ഗ്രന്ഥിയും ഏതാണ്? കരൾ. 2ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോത്രോംബിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ.
കോശത്തിന് ആവശ്യമായ ഊർജം ATP രൂപത്തിൽ നിർമ്മിക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ, പവർ ഹൗസ് ഓഫ് ദ സെൽ. നാലാമത്തെ ചോദ്യം, ഉമിനീരിലെ അമിലോസ് എൻസൈമായ ടൈലിൻ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഉമിനീരിലടങ്ങിയ എൻസൈം ടൈലിൻ. അഞ്ചാമത്തെ ചോദ്യം, ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അസ്ഥികളാണ് ഉള്ളത്? 206. കുട്ടികളിൽ 300ഓളം അസ്ഥികൾ ഉണ്ടായിരിക്കും. ആറാമത്തെ ചോദ്യം, പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹൈഡ്സിലെ ബീറ്റ കോശങ്ങളാണ് ഡാഷ് നിർമ്മിക്കുന്നത്? ഇൻസുലിൻ. ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലാണ്. ഏഴാമത്തെ ചോദ്യം, വൃക്കകളുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? നെഫ്രോൺ. ന്യൂറോൺ നാഡീവ്യൂഹത്തിൻ്റെതാണ്, നെഫ്രോൺ വൃക്കകളുടെയാണ്. എട്ടാമത്തെ ചോദ്യം, HIV രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന പ്രാഥമിക പരിശോധന എയ്ഡ്സ്. ഒൻപതാമത്തെ ചോദ്യം, ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിലെ ഇരുമ്പടങ്ങിയ പ്രോട്ടീനായ ഹീമോഗ്ലോബിനെയാണ് രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന പിഗ്മെന്റ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന പിഗ്മെന്റ് ഹീമോഗ്ലോബിൻ. പത്താമത്തെ ചോദ്യം, സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്നതും പ്രകാശം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതുമായ വർണ്ണവസ്തു ഹരിതകം അഥവാ ക്ലോറോഫിൽ. 11ാമത്തെ ചോദ്യം, രക്തഗ്രൂപ്പുകാർക്ക് ആർക്കും രക്തം നൽകാം ആർക്ക് വേണമെങ്കിലും രക്തം നൽകാം അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. 12ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നീളമുള്ളതും ബലമുള്ളതുമായ അസ്ഥി തുടയല് അഥവാ ഫീമർ. 13ാമത്തെ ചോദ്യം, 1928 ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തിയ വ്യക്തി അലക്സാണ്ടർ ഫ്ലെമിംഗ്. 14ാമത്തെ ചോദ്യം, ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ് പല്ലിൻ്റെ മോണകളിൽ നിന്ന് ചോര വരുന്ന രോഗം അഥവാ സ്കർവി സംഭവിക്കുന്നത്? വൈറ്റമിൻ സി. 15ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? 4 അറകൾ, 2 ഓറിക്കിളുകളും 2 വെൻട്രിക്കിളുകളും. 16ാമത്തെ ചോദ്യം, പയറു ചെടികളുടെ വേരുകളിലെ മുഴകളിൽ റൈസോബിയം ബാക്ടീരിയകൾ കാണപ്പെടുന്നത് ലെഗുമിനസ് പ്ലാന്റ്സിലാണ്. 17ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. 18ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിന്റെ 3/4 ഭാഗവും സെറിബ്രമാണ്. ഓർമ്മ, ചിന്ത, ബുദ്ധി എന്നിവയുടെ കേന്ദ്രം സെറിബ്രം. 19ാമത്തെ ചോദ്യം, സസ്യങ്ങൾക്ക് കടുപ്പവും ബലവും നൽകുന്ന നിർജീവ കോശങ്ങളാണ് സ്ക്ലീരൻ ഖൈമ. 20ാമത്തെ ചോദ്യം, ചർമ്മരോഗങ്ങൾക്കും ദഹനക്കേടിനും കാരണമാകുന്ന പെല്ലഗ്ര ഏത് വിറ്റമിൻ്റെ കുറവാണ്? വിറ്റമിൻ B3 അഥവാ നിയാസിൻ. അപ്പോൾ നമ്മൾ ഏകദേശം 20 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിന് എന്തെങ്കിലും പോരായ്മയോ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് PSCയുടെ SSCയുടെ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസേൺ ടീമിനെ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യുക. അവർ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ഇൻഫോം ചെയ്യുക. നിങ്ങൾക്കത് ടീം ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നാളെ ഒരു സബ്ജക്റ്റിൻ്റെ മോക്ക് ടെസ്റ്റായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.